أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ റമളാനിന് വിട പറഞ്ഞ് ഈദുൽ ഫിത്തറിലേക്ക് കടന്നിരിക്കുന്ന, അതിൻ്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ഈ ഈദ്ഗാഹിലുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. കഴിഞ്ഞ 29 ദിവസങ്ങൾ, അതിൻ്റെ രാപ്പകലുകൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും അങ്ങനെ പുണ്യകർമ്മങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ, അള്ളാഹുവിൻ്റെ മുന്നിൽ കണ്ണുനീരോടെ ഇസ്തിഗ്ഫാറും തൗബയും നിർവഹിച്ച നമ്മൾ, അതിൻ്റെ എല്ലാം ചൈതന്യമോ അതിൻ്റെ എല്ലാം ആവേശവും അതാണ് നമ്മുടെ മുഖത്ത് ഇപ്പോൾ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം. ആ സന്തോഷം അതൊരു വലിയ പ്രകാശമായി നമ്മുടെ മുഖത്ത് അലയടിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു വാചകം, അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഖുദു സ്വദഖാത്ത്. അലം യഅലമു, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് അവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കുമെന്ന്, വയഅഖുദു സ്വദഖാത്ത്, അതുപോലെ ദാനധർമ്മങ്ങൾ അവൻ ഏറ്റുവാങ്ങുന്നുവെന്നും അവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞ വാചകം, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത് വയഅലമു മാ തഫ്അലൂൻ വയസ്തജീബു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി. അവനാകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുവാൻ. അതെ, അത് മാത്രമല്ല, അവർ ചെയ്തു പോയ ദുഷ്കർമ്മങ്ങൾക്ക്, മോശമായ പ്രവർത്തനങ്ങളെ അതിന് മാപ്പ് നൽകുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അല്ലാഹു അറിയുകയും അതുപോലെ തന്നെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ നന്ദി രേഖപ്പെടുത്തലാണ് നമ്മളിൽ നിന്ന് ഇനിയും ഉണ്ടാവേണ്ടത്. ഇല്ല, അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. നമ്മൾ തുടർന്നു വന്ന പുണ്യകർമ്മങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നവരാവണം, നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാവണം. ജീവിതത്തെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ,
എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ശരി, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചത് എന്താണോ അത് ഞാൻ ശിരസാ വഹിക്കുമെന്ന് ഒരു മാസക്കാലം ബോധ്യപ്പെടുത്തിയവരാണ് നമ്മൾ. വേണമെന്ന് കരുതിയാൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വ തളം കെട്ടി നിൽക്കുമെന്ന് ഒരാവർത്തി കൂടി നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തെളിയിച്ച 29 ദിവസങ്ങൾ, പകൽ മുഴുവനും റബ്ബ് അനുവദിച്ച ഹലാലായ ഭക്ഷണം ഉണ്ടായിട്ട് പോലും, റബ്ബ് അനുവദിച്ച നമുക്കനുവദിച്ച നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പോലും ആ പകലിൽ എനിക്കത് പറ്റില്ല, എന്റെ റബ്ബ് എനിക്ക് കൽപ്പിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ കൽപ്പനയെ വേറെ ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന വല്ലാത്ത ബോധത്തോടെ അത് മാറ്റിവെക്കാൻ തയ്യാറ് ചെയ്ത ആളുകളാണ് നമ്മൾ. അതിനുവേണ്ടി പണിയെടുത്തവരാണ് നമ്മൾ. കണ്ണുകളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു, കാലുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു, കൈകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു, ജനനേന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പോയിന്റുകളെയും നമ്മൾ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തി. അതെ, അല്ലാഹ് നിഷിദ്ധമാക്കിയതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് അതിശക്തമായ തീരുമാനമെടുത്തവരല്ലേ മുഅ്മിനീങ്ങളെ, എന്റെ മുന്നിലുള്ള ആണും പെണ്ണും അടക്കം മുഴുവൻ ആളുകളും. അതെ, അതൊന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി, അതൊന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ഇന്നത്തെ ദിവസത്തോടെ എല്ലാം അടിച്ചൊടച്ച് ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കുന്നവരാവരുത് നിങ്ങൾ. അള്ളാന്റെ ഖുർആൻ തന്നൊരു ഉപദേശമുണ്ട്. അതേ, വലാ തകൂനു കല്ലതീ നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദാ. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളാക്കി പിരിച്ചുടച്ചു കളഞ്ഞ ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ ആകരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അതേ റബ്ബേ, ഞാൻ സ്വീകരിക്കുകയാണ്. 29 ദിവസം നീ പറഞ്ഞത് സ്വീകരിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ എന്റെ റൂഹ് പിരിയുന്നതുവരെ, എന്റെ കണ്ണടയുന്നതുവരെ, എന്റെ ശ്വാസം നിൽക്കുന്നതുവരെ നാഥ നിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി തന്നെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന ശക്തമായ പ്രതിജ്ഞ പുതുക്കൽ കൂടിയാണ് പെരുന്നാൾ ദിവസത്തിൽ ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമ്മൾ കടന്നു പോകുന്നത്. ശാന്തമായ ഇടങ്ങളെന്ന് നമ്മൾ കരുതിയ നമ്മുടെ വീടകങ്ങൾ പോലും അശാന്തി പരന്നുകൊണ്ടിരിക്കുന്ന കാലം. കലാലയങ്ങളിൽ വിദ്യാഭ്യാസം നുകരാൻ പോകുന്ന മക്കൾ പോലും രാഷ്ട്രീയവുമല്ലാത്തതുമായ വിദ്വേഷങ്ങളിലൂടെ കടന്ന് കൊലപാതക പരമ്പര നടക്കുമ്പോൾ ഒരു കുടുംബത്തിലെ വിവിധങ്ങളായ ആളുകൾ, കുടുംബത്തിലെ അംഗങ്ങളാൽ ഒരംഗത്തിനാൽ കൊല ചെയ്യപ്പെട്ട അതിദാരുണമായ ഒരവസ്ഥ ഇക്കഴിഞ്ഞ റമദാനിൽ നമ്മുടെ നെഞ്ചകത്തിലൂടെ ഇടിവാള് മിന്നുന്നത് പോലെ കടന്നുപോയില്ലേ പ്രിയപ്പെട്ടവരെ? അതെ, നമ്മുടെ ജീവിതം, നമ്മുടെ വീട്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബം, അവരൊക്കെ നമുക്ക് സമാധാനമാണ്, അവർ നമുക്ക് ശാന്തിയാണ്. ഇല്ല, അവരുടെ കൈ കൊണ്ട് നമ്മൾ മരിക്കേണ്ടി വരുമെന്ന ഒരിക്കലും ചിന്തിക്കാത്ത ഭാഗം. പക്ഷേ അവിടെയെല്ലാം അശാന്തി പടർന്നിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ കലാലയങ്ങൾ, കുഞ്ഞുമക്കൾ വിദ്യാഭ്യാസം നുകരുന്ന LP സ്കൂൾ കഴിഞ്ഞാൽ UP തലം മുതൽ അങ്ങോട്ട് വല്ലാത്ത അശാന്തിയുടെ നിഴൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അതെ, 9 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്നോ, ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ, ഒരു ചെക്കൻ, ഒരു വിദ്യാർത്ഥി, അതെ, തന്റെ പ്രിയപ്പെട്ട ഉടപ്പിറന്നോളെ, ചെറിയ മോളാണ്, ആ മകളെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഞെട്ടലോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കാരണം അത്രയും ദുഷിച്ചൊരവസ്ഥയിലേക്ക് സമൂഹം മാറി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. ആ സംഭവം കഴിഞ്ഞ കാലത്തെ ഒരു സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഒരാൾക്ക് ചോയ്സ് നൽകപ്പെട്ടു. അതെ, തന്റെ ഇംഗിതത്തിന് വശംവദനാകാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു സ്വാത്വികനായ മനുഷ്യൻ, ആ സ്വാത്വികനായ മനുഷ്യനെ വിളിച്ചു വരുത്തി ഒരു അഭിസാരികയായ പെണ്ണ് തന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി അയാളെ പ്രേരിപ്പിച്ചപ്പോ അയാൾ തയ്യാറായില്ല. 3 ഓപ്ഷൻ വെച്ചു. ഒന്നെങ്കിൽ കള്ള് കുടിക്കണം, ലഹരി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. 3നും അയാൾ തയ്യാറായില്ല. അവസാനം അയാൾ തീരുമാനിച്ചു, നന്നിൽ ഏറ്റവും ചെറുത്
അത് ലഹരി ഉപയോഗിക്കലല്ലേ? അയാൾ ലഹരി ഉപയോഗിച്ചു. ലഹരി മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് കളയുന്ന മഹാവിപത്താണെന്ന് ആ ചരിത്രത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ആ ലഹരി അയാളുടെ തലക്ക് പിടിച്ചതോടെ അയാൾ തന്റെ മുന്നിലുണ്ടായ ചെറിയ പിഞ്ചു കുഞ്ഞിനെ കൊന്നെറിഞ്ഞു. പോരാ, മറ്റൊരു സ്ത്രീയെ അയാൾ അപഹരിക്കുകയും ചെയ്തു. 3 തിന്മകളും അയാൾ ചെയ്യാൻ കാരണം ലഹരിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ഈ ലഹരി പദാർത്ഥം എന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസാണ്. തിന്മകളുടെ മാലിന്യങ്ങളുടെ മാതാവാണത്. തൊട്ടു പോകരുത് എന്നല്ല, അടുത്തു പോകരുത് അതിലേക്ക്. അതെ, മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ ധാർമ്മികതയെയും മുഴുവൻ സദാചാരങ്ങളെയും വാപ്പയെ ആര്, ഉമ്മ ആര്, സഹോദരി ആരെന്ന തിരിച്ചറിവിനെ ഇല്ലാതെയാക്കുന്ന മഹാവിപത്താണ് ലഹരി. അതുകൊണ്ട് വിട്ടുനിൽക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ലഹരി ഉപയോഗം അത് കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. ലഹരി നിർമാർജനത്തിന് വേണ്ടി ക്യാമ്പയിനുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇന്ന് നമ്മളിവിടെ പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിലിരിക്കുന്ന ഒരൊറ്റയാളും ലഹരി തൊടുന്നവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ലഹരിയോട് നോ പറഞ്ഞവരാണ് എന്റെ മുന്നിലിരിക്കുന്ന ആണും പെണ്ണും കുഞ്ഞും കുട്ടിയും അടക്കം മുഴുവൻ ആളുകളും. പക്ഷെ എന്നിട്ടും നമ്മൾ ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്തുന്നത്, പ്രതിജ്ഞ നടത്തുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നിരിക്കുന്ന ഈ മഹാദുരന്തത്തെ ഇല്ലാതെയാക്കാൻ നമ്മളുടെ ഒരു കൈ, നമ്മളുടെ ഒരു പ്രതിജ്ഞ, നമ്മുടെ ഒരു പ്രഖ്യാപനം കാരണമായാൽ അത് ഏറ്റവും ഖൈറാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട വിഷയത്തെ വിശ്വാസികളെ കണ്ണ് തുറന്ന്, കാത് തുറന്ന്, കൽബ് തുറന്ന് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒരു വശത്ത് നമ്മൾക്ക് കാണാം നമ്മുടെ സമുദായത്തിന്റെ ന്യൂജൻ കുട്ടികളെ മതവിശ്വാസത്തിൽ നിന്ന് അടർത്തി കൊണ്ടുപോകുന്ന ലിബറലിസവും അതുപോലെ തന്നെ മോഡേണിറ്റിയും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെൺമക്കളെയും നമ്മുടെ ആൺമക്കളെയും അടക്കം അതേ സമൂഹത്തിന്റെ ചെറിയ ജനറേഷനെ, പുതിയ ജനറേഷനെ മതനിരാശത്തേക്കും മതവിശ്വാസത്തെ ഇല്ലാതെയാക്കുന്ന പ്രവർത്തനത്തിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. പോരാ, പരിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അതുപോലെ സ്ത്രീ വിരുദ്ധരാണവർ എന്ന തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നിരന്തരമായി ഈ സമൂഹത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പറഞ്ഞാൽ ഒരുപക്ഷെ അത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന മത വിദ്വേഷത്തിന്റെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവതരമായ ഒരു ചിന്തയാണ്. ഇല്ല, മുസ്ലിമീങ്ങൾ ഒരിക്കലും തീവ്രവാദികളല്ല, മുസ്ലിമീങ്ങൾ ഒരിക്കലും വർഗീയവാദികളല്ല, മുസ്ലിമീങ്ങൾ ഒരിക്കലും ഈ രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും അല്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി പോരാടി മരിച്ച ആ പിതാക്കന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ആര് തകർക്കാൻ ശ്രമിച്ചാലും ആ തകർക്കാൻ വരുന്നവന്റെ കൈ പിടിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ ആണും പെണ്ണും ഉണ്ടാവുക. ഒരിക്കലും ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു പ്രവർത്തനത്തോടും ഈ സമുദായം കൂട്ടുനിൽക്കില്ല എന്നാണ്. പക്ഷെ എന്താണ് ഈ സമുദായം ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനിൽ സങ്കടത്തോടെ അല്ലാതെ പറയാൻ എനിക്ക് കഴിയില്ല. ഈ റമദാനിലാണ് ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ നെഞ്ചത്തേക്ക് ബോംബെറിയുകയും അവർ ശക്തമായി കൊല ചെയ്യപ്പെടുന്നു. കുഞ്ഞുമക്കൾ ആയിരിക്കുന്നു എന്റെ മുന്നിൽ. ഇതുപോലെ കുഞ്ഞുമക്കൾ ശരീരം മുഴുവനും ബോംബ് വീണ് തകർന്ന് തരിപ്പണമായി ചോര ഒലിക്കുന്ന കുഞ്ഞുമക്കൾ, അവരെ വാരിപ്പുണർന്നിരിക്കുന്ന വാപ്പയും ഉമ്മയും
ആ നാടിന്റെ സങ്കടം കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് സാധിക്കില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ അതാണ്. അള്ളാഹുവേ, പലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണേ അല്ലാ. ഗസയിലെ മുസ്ലിമീങ്ങൾക്ക് നീ സഹായം കൊടുക്കണേ അല്ലാ. എല്ലാത്തരം വിദ്വേഷങ്ങളിൽ നിന്നും എല്ലാത്തരം കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഈ റമളാനിൽ നോമ്പും പെരുന്നാളും ഒക്കെ സന്തോഷത്തോടെയാണ് നമ്മൾ. ഒരു തരത്തിലുള്ള പ്രയാസവും നമുക്കില്ല. പക്ഷെ അങ്ങനല്ലല്ലോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സഹോദരങ്ങൾ. ഇന്ത്യ രാജ്യത്ത് പോലും അരക്ഷിതമായ അവസ്ഥയിലൂടെയാണ് ഈ സമുദായം കടന്നു പോകുന്നത്. എന്താണ് പരിഹാരം? ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരമാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ 24-ാം അധ്യായം സൂറ അന്നൂർ, അതിന്റെ 55-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറയാൻ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ ومن كفر بعد ذلك فأولئك هم الفاسقون. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ മുൻഗാമികൾക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തതുപോലെ നിങ്ങൾക്കും അവൻ പ്രാതിനിധ്യം നൽകുന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. അതേ, അവര് തൃപ്തിപ്പെടുന്ന മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അവൻ ഏർപ്പെടുത്തി തരുന്നതാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഭയാശങ്കകൾക്ക് ശേഷം നിർഭയത്വം അവൻ നിങ്ങൾക്ക് പകരം തരുന്നതാണ്, അവർക്ക് പകരം കൊടുക്കുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അവരെന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും വേണം. വഹദാനിയത്ത് ഉറപ്പിച്ച് ശിർക്കിന്റെ ശക്തികളോട് നോ പറഞ്ഞ് ശിർക്കിന്റെ പ്രവർത്തനങ്ങളോട് രാജിയായാലല്ലാതെ ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത് കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇന്ന് പെരുന്നാൾ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില പണികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്തറിയോ? നമ്മുടെ കൂട്ടുകുടുംബങ്ങളും നമ്മുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരും ചേർത്ത് പിടിക്കണം. അവരെ ചേർത്ത് പിടിക്കണം. അവരുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുക്കണം, ഒരു ചുംബനം കൊടുക്കണം. അതെ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ദർശനമായി അത് മാറണം. പ്രിയപ്പെട്ടവരെ, കൂട്ടനിർത്താനും ചേർത്ത് പിടിക്കാനും സത്യവിശ്വാസികൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചേർത്ത് പിടിക്കുക, ആലിംഗനം ചെയ്യേ. വാപ്പയും ഉമ്മയുമുണ്ട്, പോവുവരെ കാണുവവരുടെ അടുത്തേക്ക്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബക്കാർ, അവരുടെ അടുത്തേക്ക് പോവുക. യാത്രയടിച്ച് സുഖലോലുപരായി ടൂറ് പോകലല്ല, അതിനു മുമ്പ് ചെയ്യേണ്ടുന്ന പണി അതാണ്. ചേർത്ത് പിടിക്കണം. അതുപോലെ തന്നെ തുടർന്നു വരുന്ന സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആഘോഷങ്ങൾ മതപരമായ ചിട്ടക്കനുസരിച്ച് മാത്രം ആഘോഷിക്കുക. ആഭാസകരങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഒരോർമ്മയായി ഈ പെരുന്നാൾ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മുഅ്മിനീങ്ങളായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين.
اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح على إخواننا وأهلنا في فلسطين. اللهم أصلح على إخواننا وأهلنا في فلسطين. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا عزيزا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.